കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഗുരുതര പ്രതിസന്ധി. ഫ്രീസർ യൂണിറ്റിലെ എസികളിൽ നിന്നുള്ള ചെമ്പുകമ്പികൾ മോഷണം പോയതോടെ ഒരു കോൾഡ് റൂം പ്രവർത്തനരഹിതമായി. ഇതോടെ മൃതദേഹങ്ങൾ നിലത്താണ് കിടത്തുന്നത്. അജ്ഞാത മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് സമയബന്ധിതമായി സംസ്കരിക്കാൻ കൊണ്ടുപോകാത്തതും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ 2 ഫ്രീസർ യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും പരമാവധി 15 മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കാം. എന്നാൽ ഒരു യൂണിറ്റിലെ എസികളുടെ ചെമ്പുകമ്പികൾ മോഷണം പോയതോടെ ആ യൂണിറ്റ് പ്രവർത്തനരഹിതമായി. ഇതോടെ മുഴുവൻ മൃതദേഹങ്ങളും മറ്റൊരു കോൾഡ് റൂമിലേക്ക് മാറ്റേണ്ടി വന്നു. സ്ഥലപരിമിതി കാരണം ദിവസേന എത്തുന്ന മൃതദേഹങ്ങൾ മിക്കപ്പോഴും നിലത്ത് കിടത്തുകയാണ് ചെയ്യുന്നത്. രാത്രിയാണ് മേപ്പയൂർന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ റാക്ക് മുഴുവൻ ബോഡികളാണ്. അപ്പം വെക്കാൻ സ്ഥലമല്ല. അപ്പോൾ നിലത്താണ് ആ ബോഡി, ഞങ്ങൾ കൊണ്ടുവന്ന ബോഡി നിലത്താണ് വെച്ചത്. ഇന്ന് രാവിലെ ഞങ്ങൾ ഈ ബോഡി എടുക്കാൻ വന്ന സമയത്ത് 4 ബോഡി നിലത്തുള്ളത് എടുത്ത് പുറമെ വെച്ചിട്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ അനിയൻ്റെ ബോഡി പുറത്തേക്ക് എടുക്കാൻ പറ്റുക. അത്രയ്ക്കും പ്രയാസമാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഉള്ള സൗകര്യം വർദ്ധിപ്പിക്കല്ലാതെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിലവിൽ 10-ലധികം അജ്ഞാത മൃതദേഹങ്ങളാണ് മോർച്ചറിയിലുള്ളത്. ഇവ സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത് വൈകുന്നതും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്റെ അഭാവം മൂലം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നിരവധി പോസ്റ്റ്മോർട്ടവും ഇപ്പോൾ ഇവിടെയാണ് നടത്തുന്നത്. നിലവിലെ സാഹചര്യം തുടർന്നാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കുമെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. മൃതദേഹങ്ങൾ സുരക്ഷിതമായി കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ പരിമിതമായ സംവിധാനങ്ങൾ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിലുള്ളത്. ഈ പ്രശ്നത്തിനാണ് സർക്കാർ പരിഹാരം കാണേണ്ടത്. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.